എൻ്റെ നഫ്സിനേക്കാളും എൻ്റെ മക്കളെക്കാളും എൻ്റെ ഭാര്യയേക്കാളും എൻ്റെ സമ്പത്തിനേക്കാളും മറ്റെല്ലാത്തിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങയാണ്. പ്രിയമുള്ളവരെ, നാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടാതെ നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയില്ല. മഹാനായ ബിലാലിന്റെ വഫാത്തായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ വാർത്ത കേട്ട് മദീന വിടുകയാണ്. എന്റെ ഹബീബില്ലാത്ത മദീനയിൽ ഇനി ബിലാലില്ല. മാസങ്ങൾക്ക് ശേഷം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിന്റെ വഫാത്തായ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഓ ബിലാലേ, നിങ്ങൾക്ക് എന്നോട് നിങ്ങളുടെ മദീനയോട് എന്താണ് പിണക്കം ബിലാലേ? അത് കണ്ട ഉടനെ ബിലാലിന്റെ വഫാത്തായ മദീനയിലേക്ക് പോവുകയാണ്. മദീനയിൽ പോയപ്പോൾ നിർബന്ധപ്രകാരം മദീന പള്ളിയിൽ ബാങ്ക് വിളിക്കുകയാണ്. വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന വചനം ഉച്ചരിച്ചുകൊണ്ട് ബോധം കെട്ടി വീഴുകയാണ്. പ്രിയമുള്ളവരെ, ആ ബോധം കെടാനുള്ള കാരണം എന്തെന്നറിയോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിതകാലം ഓർമ്മടുകയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൂടെ ജീവിച്ച ജീവിതകാലം ഓർമ്മടുകയാണ്. ആ സങ്കടം സഹിക്കാൻ കഴിയാതെയാണ് ബിലാലിന്റെ വഫാത്ത് ബോധരഹിതനായത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വഹാബത്തിന്റെ കൂടെ നാളെ അല്ലാഹു തആല നമ്മെ ജന്നത്തിനെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇത്രയും പറഞ്ഞു എൻ്റെ വാക്കുകൾ ഈരാനും കൊടുക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Bismillah, alhamdulillah, assalatu
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യങ്ങ് മുട്ടുകയാണ്. അതുപോലെ നിരവധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചാൽ നമുക്കും അതുപോലെയൊക്കെ കിട്ടും. അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദിവസവും ഒരു 100 സ്വലാത്തെങ്കിലും നമ്മൾ ചെല്ലണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. നമ്മൾ അങ്ങ് മരിച്ചു പോയാൽ നമ്മുടെ ഖബറിലേക്ക് നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചവരോ നമ്മുടെ മാതാപിതാക്കളോ ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകില്ല. മരിച്ചു പോയാൽ നമ്മുടെ ഖബറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ജീവിക്കുന്ന കാലത്ത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ആദരിച്ച് ബഹുമാനിച്ച് അവിടത്തേക്ക് സലാത്തുകൾ ചെയ്ത് ജീവിക്കണം. ഇത്രയും പറഞ്ഞത് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനം ആദരം നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ പ്രിയപ്പെട്ട മുതാലിമീങ്ങൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കൾ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ അല്ലാഹു തആല അതിന്റെ സന്തോഷത്തിൽ അല്ലാഹു തആലയുടെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാം ഓരോരുത്തരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദീനുൽ ഇസ്ലാം, ആ ഇസ്ലാമിന് വേണ്ടി നമ്മുടെ മുൻകഴിഞ്ഞ മഹത്തുക്കൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്രത്തോളം ത്യാഗങ്ങളും പീഡനങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് നാം ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇസ്ലാം നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഏറെ പീഡനങ്ങൾ അനുഭവിച്ച നിബിധങ്ങളിൽ സഹാബിമാർ ലേഖനമായ എല്ലാവരും കാണാമല്ലോ. പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ടവർ മക്കയിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചവരാണ്. ബഹുമാനപ്പെട്ടവരല്ലോ ആ മക്കയിലെ തന്നെ ഏറ്റവും പ്രധാനമായ മാതാപിതാക്കൾ ജനിച്ചവരാണ്. ബഹുമാനപ്പെട്ടവർ ഒരിക്കലും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ടവരുണ്ടല്ലോ ഏകദൈവ വിശ്വാസിയായിരുന്നില്ല, ബഹുദൈവ വിശ്വാസിയായിരുന്നു. പിന്നീട് തങ്ങളുടെ ഇസ്ലാം പ്രബോധനം കാരണത്താൽ ഇസ്ലാമാണ് സത്യം, ഇസ്ലാമിക് കാര്യങ്ങളാൽ സത്യം മനസ്സിലാക്കുകയാണ്. അവിടുന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു തങ്ങളെ അന്വേഷിച്ച് മക്കയിലെ രഹസ്യ പ്രവർത്തനം അവർക്ക് വിവരം ലഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഒരാളുടെ സമ്മതമില്ലാതെ കയറി ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ടവരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഓ അല്ലാഹുവിന്റെ ദൂതരേ, ഞാൻ മക്കത്ത് സമ്പന്നനായ ഉമേറിന്റെ മകൻ മിസ്അബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട മിസ്അബിന്റെ മറുപടി പറയുന്നു, നബിയെ, ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ വന്നതാണ്.
കൈകളോടുകൂടി സ്വീകരിച്ചുകൊണ്ട് കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റു സഹാബത്തിനെ പോലെ തന്നെ തന്റെ ഇസ്ലാമിക വിശ്ലേഷണം അദ്ദേഹം ഒരു സ്വന്തക്കാരെയോ മാതാപിതാക്കളെയോ മറ്റുള്ളവരെയോ അറിയിച്ചില്ല. തന്റെ ഇബാദത്തുകളും കാര്യങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ഒരിക്കലതാ ബഹുമാനപ്പെട്ടവരുടെ കുടുംബത്തിൽപ്പെട്ട ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്ന് പറയുന്ന വ്യക്തി ബഹുമാനപ്പെട്ടവർ അന്വേഷിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. അവിടുത്തെ അന്വേഷിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി നോക്കുമ്പോ ഉസ്മാൻ ഇബ്നു ത്വൽഹ കാണുന്ന കാഴ്ച അതിഭയങ്കര കാഴ്ചയാണ്. ബഹുമാനപ്പെട്ട മുസ്തഖ്ബിറുമേൽ തങ്ങളുണ്ടല്ലോ, അദ്ദേഹം അല്ലാഹുവിന്റെ സുജൂദിനായിട്ട് കൈ നിങ്ങളുടെ മകൻ ഇസ്ലാമുണ്ടല്ലോ, നിങ്ങളുടെ മകൻ ഇസ്ലാം മക്കത്തെ മുഹമ്മദിന്റെ മതമായ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയും. ഉടനെ തന്നെ അദ്ദേഹത്തോട് പറയുന്നു, മോനെ നിസബേ, നിനക്ക് നീ വീട്ടിലൊരു സ്ഥാനമില്ലടാ, നിനക്ക് ഈ വീട്ടിലൊരു യാതൊരു കാര്യവുമില്ല, നീ ഈ വീട് വിട്ട് ഇപ്പോൾ തന്നെ ഇറങ്ങണമെന്ന് ബഹുമാനപ്പെട്ട നിസബിറുമേ നമ്മളോട് ഉമ്മ പറയുമ്പോ ബഹുമാനപ്പെട്ടവരെ വീട്ടിൽ നിന്ന് ഇറക്കി ഓടിക്കുകയാണ്. ആ ഇറങ്ങിപ്പോകുന്ന സമയത്തുണ്ടല്ലോ അവിടുത്തെ ഉമ്മ പറയുകയാണ്, മോനെ നിസബേ, നീ ധരിച്ച വസ്ത്രമുണ്ടല്ലോ അത് നിനക്ക് ധരിക്കാൻ അവകാശമില്ലടാ, അത് ധരിക്കാനൊരു യാതൊരു കഴിവ് നിനക്കില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇട്ട വസ്ത്രം പോലും ഒരു വെപ്പിക്കുകയാണ്. അവസാനം നമ്മൾ ഒരു കാര്യം പറയുകയാണ്, എനിക്ക് എന്റെ ഔറത്ത് മറക്കുവാനുള്ള വസ്ത്രമെങ്കിലും തരണേ എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ അവിടുന്ന് പഴകിപ്പോയത് കരിപ്പണം എത്തിച്ചു കൊടുക്കുകയാണ്. അത് ധരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഇറങ്ങിപ്പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കണം, ഇത് ഇസ്ലാം സ്വീകരിച്ചു എന്ന കാരണത്തിന് വേണ്ടിയാണ് ഇത്രയേറെ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ടവരാ യുദ്ധമണ്ഡലത്തിൽ ശഹീദായി കിടക്കുമ്പോ അദ്ദേഹത്തെ കഫൻ ചെയ്യാൻ നമ്മൾ കഫൻ ചെയ്യുന്നത് പോലെ 3 കഷ്ണം തുണിയില്ല. അദ്ദേഹത്തിന്റെ എല്ലാ സമ്പത്തുകളും അദ്ദേഹം അള്ളാഹുവിനും അള്ളാഹുവിന്റെ പ്രവാചകനും വേണ്ടി വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ കഫൻ ചെയ്യാൻ അദ്ദേഹത്തെ കഫൻ ചെയ്യാൻ 3 കഷ്ണം തുണിയില്ല. അദ്ദേഹത്തിന്റെ കയ്യിലാകെയുള്ളത് അദ്ദേഹം ധരിച്ച കരിക്കിട വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രം മാത്രമാണ്. അത് കണ്ട് കഫൻ ചെയ്യുന്ന സമയത്ത് തലമറച്ചാൽ കാലുമറയൂല, കാലുമറച്ചാൽ തലമറയൂല എന്ന അവസ്ഥയാണ്. പ്രിയപ്പെട്ട സഹാബാക്കളുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയി വിഷമം പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ കാൽപാദത്തില് ഒരു പുല്ലിന്റെ കഷ്ണം വെച്ച് കെട്ടിക്കൊള്ളുക. അവിടുത്തെ മറുപടി പ്രകാരം ചെയ്യുകയും അദ്ദേഹത്തെ ആ പുല്ല് വെച്ച് കബറടക്കുകയുമാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഈ കൊടിയ പീഡനം അദ്ദേഹം അനുഭവിക്കേണ്ടത് നാം ഉള്ളോരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നാം ഉള്ളോരോരുത്തരും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഇസ്ലാം മതം സ്വീകരിച്ചെന്ന കാരണക്കാര് അല്ലാഹു തആല ബർക്കത്തുകൊണ്ടും മദതുകൊണ്ടും അല്ലാഹു തആല നമ്മുടെ റഹ്മത്ത് തരുമാറാകട്ടെ. അവര് ഈ ദീനിനു വേണ്ടി പ്രവർത്തിച്ചതുപോലെ ഇഖ്ലാസോടെയും തഖ്വയോടുകൂടി പ്രവർത്തിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിലൂടെ വിരാമം കൊടുക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
وويل للمصلين الذين هم عن صلاتهم ساهون. قال رسول الله صلى الله عليه وسلم من صلى هذين دخل الجنة. നാം എല്ലാവരും വിശ്വാസം കൂടിയതുപോലെ മാത്രമേ വീട്ടിലെ ശരിയായ 5 അഫ്ഗാനിസ്ഥാൻ فويل للمصلين ഇതിന് കാരണം അവർ അവരുടെ ാനും പറഞ്ഞത് മനുഷ്യന്റെ മുഖത്തിലേക്ക് മാറുകയാണ്. സഹാബത്ത് ഓടിയതാ
ചെയ്തു പോയതെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ മകൻ പറയുകയാണ്, എന്റെ ഒപ്പം നിസ്കരിക്കാറില്ല, എന്റെ ഒപ്പം നിസ്കാരം ഉപേക്ഷിക്കുന്നവരാണ്, എന്റെ ഒപ്പം നിസ്കാരത്തെ പരിഗണിക്കാറുണ്ട്. ഉടനെ തന്നെയാണ് സഹാബത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. സഹാബത്തിനോട് പറയുകയാണ്, ഇതുപോലെ വൃത്തികെട്ട രൂപത്തിൽ നിസ്കരിക്കാമെന്നാണ് വരുമെന്ന് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞില്ലേ, ആരെങ്കിലും മഹദൈനെ നിസ്കരിച്ചാൽ അവൻ മഹദത്തിൽ പ്രവേശിക്കുന്നത് പരിഗണിച്ചുകൊണ്ട് അത് അതിനെ കളിയാക്കി കാണാതെ അഞ്ചകളൊന്നും കൊണ്ടുവരാതെ മാത്രം ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ അവൻ പ്രവേശിക്കുന്നത് ലോകത്തിന്റെ നേതാവ് മദീനയിലെ നമുക്ക് മരണം വരെ ഒരു വക്ത് പോലും നന്നാകാതെ പൊരുത്തപ്പെട്ട ദിനങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇത്രയും പറയുന്നതിനായ വാക്കുകൾക്ക് വിരാമം കൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. وعليك حمدي يا رسول الله من عندك العاصي صلاة الله مع تحية السلام الله جلال خلقك تخيما صلوا عليه وسلم تسليما. പ്രിയമുള്ള മുത്തഅല്ലിം സുഹൃത്തുക്കൾ, നാം ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദഅവയുടെ കീഴിൽ നടത്തുന്ന യൂസൻ മദീന എന്ന് പറയുന്ന മഹത്തായ വേദിയാണ്. നാദത്തുപോലെ അവരുടെ ജന്നാത്തുൽ നഈം എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളവരെ പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളുടെ അർപ്പിതമായ വിഷയം മഹബ്ബത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഖി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അഭിപ്രായത്തിനനുസരിച്ച് പറയുന്നതില്ല. യഥാർത്ഥത്തിലുള്ള മഹബ്ബത്ത് നമുക്ക് പാട്ടുപാടാനാണ് നഷ്ടം, അതല്ല യഥാർത്ഥത്തിലുള്ള മഹബ്ബത്ത്. നമുക്ക് നടത്തലാണ് നഷ്ടം, അതല്ല യഥാർത്ഥത്തിലുള്ള മഹബ്ബത്ത്. പറഞ്ഞാൽ എന്തെല്ലാം കാണിച്ചുകൊണ്ടിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ
പറിച്ചപ്പോൾ രണ്ട് മുൻപല്ലുകളും വീണുപോയിട്ടുണ്ട്. അവർക്കതൊരു പ്രശ്നമേയല്ല. അവരുടെ നെഫ്സിനേക്കാളും പ്രിയമുള്ളത് പണയം വെക്കാൻ മുത്തനിവിധങ്ങളെ എന്ന് പറഞ്ഞവരില്ലേ അവർക്ക് എന്ത് പ്രശ്നമാണോ? ഞാനെന്ന് ചോദിച്ചോട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ മുത്തനിവിധങ്ങളെ കുടിയിരുത്താൻ പറ്റിയ കൽബാണോ നമ്മുടെ അടപ്പെണ്ണിനെ കടത്തുന്ന നമ്മുടെ കൽവിൽ, അന്യപ്പെണ്ണിനെ കണ്ടാൽ ചിന്തിക്കുന്ന നമ്മുടെ കൽവിൽ എങ്ങനെയാണ് നേതാവ് വന്നിരിക്കാനാണോ? ആ തിരുമേനിയുടെ കയ്യൊന്ന് നീട്ടി തന്നാൽ അത് വാങ്ങാൻ പറ്റിയതാണോ നമ്മുടെ കൈ? എത്ര വൃത്തികേട് കളിച്ച് മലിനമായ കൈയാണോ നമ്മുടെ കൈ? ഈ കൈ കൊണ്ട് എങ്ങനെ വാങ്ങാനോടോ അവിടുത്തെ കൈ? പ്രിയമുള്ളവരെ, അവിടുത്തെ ശരീരത്തിലൊന്ന് സ്പർശിക്കാൻ പോലും അവകാശമുണ്ടോ നമുക്ക്? നമ്മൾ എത്ര മലിനമായടോ! അതുകൊണ്ട് പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ആ മുത്തിനെ സ്നേഹിച്ചാലേ, ആ മുത്തൊടി നമ്മളെ സ്നേഹിച്ചാലേ നമുക്ക് രക്ഷപ്പെടാൻ മാർഗമുള്ളൂ. വേറൊരു മാർഗവും നമ്മക്കില്ല. നാളെ മഹ്ശറിലും നാളെ ഖബറിലും ആ ഖബറിലും എല്ലായിടത്തും നമ്മക്കുള്ള രക്ഷാധികാരി ആ മുത്തണി തങ്ങളാണെന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല.
അല്ലാഹുവേ ആ മുത്തനബി തങ്ങളുടെ യഥാർത്ഥ ആശിഖീങ്ങളിലും മുഹിബ്ബീങ്ങളിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. അതിന് പറ്റിയതാക്കി തരണം അല്ലാഹ്. എല്ലാവരോടും വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോൾ ലെറ്റർ F on the stage. Mission of Muhammad Rasul. Judges, please not. Next caller on the stage. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ബഹുമാനാദരവുകൾ നിറഞ്ഞ എൻ്റെ ഉസ്താദ്, പ്രിയ സുഹൃത്തുക്കൾ, നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പാടി പറയുന്ന സദസ്സിലാണ്. അല്ലാഹു തആല ഇതെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഈ പരിശുദ്ധമായ പുണ്യ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരാളെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ തോരണങ്ങളൊക്കെ കെട്ടി എന്താണ് നിങ്ങൾ ആഘോഷിക്കുന്നത്, ആരുടെ ജന്മദിനമാണ് നിങ്ങൾ ആഘോഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവരോട് ഉത്തരമായി പറയാൻ നമ്മുടെ മനസ്സുകളിൽ നാം ഓരോരുത്തരും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം എപ്പോഴും മനസ്സിൽ കുറിച്ചു വെക്കണം. അതിനുവേണ്ടി ഹബീബായ തങ്ങളെ ഒരല്പം മദ്ഹ് പറയാനാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. حب النبي ومدحه خير العمل وعسى الإله به يبلغه الأمل ولو بليل شفاعة طه كفل إن الإله منعما تنعيما. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മുഹബ്ബത്താണ് എല്ലാത്തിനേക്കാളും ഏറ്റവും വലിയ പുണ്യം.
നമ്മൾ എത്രയോ നിസ്കരിക്കുന്നു, പലരും പല ഇബാദത്തുകളുമായി ശുആരാകുന്നു. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾക്ക് എന്താണ് പറയാൻ പറ്റുക? ചിലപ്പോൾ പലരും ചെറുപ്പത്തിൽ മദ്രസയിൽ നിന്ന് പഠിച്ച ഒരു പുള്ളിമാന്റെ കഥ പറയാനുണ്ടാകും. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ ലോകത്തിന്റെ നേതാവ്, അഷ്റഫുൽ ഖൽഖ് മുത്ത് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമോ? ഒരു അമുസ്ലിമായ ഒരു യുവാവ് വന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഹബീബിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തരുമോ, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു തരാൻ കഴിയുക? ഈ ലോകം പടക്കാൻ കാരണക്കാരനായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മദ്ഹ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ബനൂ സുലൈം ഗോത്രക്കാരനായ ഒരു യുവാവ് വേട്ടയാടിയ ഒരു ഉടുമ്പുമായി തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഈ ഉടുമ്പ് ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ, നിങ്ങളോട് മുനാജാത്ത് നടത്തുകയാണെങ്കിൽ, ഞാൻ ഈ നിമിഷം വെച്ച് നിങ്ങളുടെ ദീനിൽ ഇസ്ലാമിലേക്ക് വരുമെന്ന് ആ ബനൂ സുലൈം ഗോത്രത്തിൽപ്പെട്ട ചെറുപ്പക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ ഉടുമ്പിനോട് ചോദിക്കുകയാണ്, ഓ ഉടുമ്പേ, നീ ആരെയാണ് ആരാധിക്കുന്നത്? വഫിസ് സമായി അർശുഹു വഫിൽ അർദി സുൽത്താനുഹു വഫിൽ ബഹരി സബീലുഹു. അല്ലാഹു ആകുന്ന അവന്റെ അർശ് വാനലോകത്താണ്, അവന്റെ അധികാരമാണ് ഭൂമിയുടെ അധികാരം, ഈ ലോകത്തിന്റെ അധികാരം റബ്ബ് ജലാലായ അല്ലാഹുവിന്റേതാണ്. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, മന്നാനാ, ഞാൻ ആരാണെന്നറിയോ ഉടുമ്പേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഉടുമ്പ് പറയുകയാണ്, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്ത് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെ അംഗീകരിച്ചവർ വിജയിച്ചവരാണ്, നിങ്ങളെ നിഷേധിച്ചവർ പരാജിതരാണ് എന്ന് പറയുകയാണ് ആ ഉടുമ്പ്. അത് കേൾക്കുന്ന ആ ബനൂ സുലൈം ഗോത്രത്തിൽപ്പെട്ട ആ ചെറുപ്പക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, കാരുണ്യക്കടലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഞാൻ നിങ്ങളുടെ ദീനുൽ ഇസ്ലാം സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ നിമിഷം വെച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ആ ഒരൊറ്റ ഉടുമ്പിന്റെ കാരണം കൊണ്ടാണത്. അതാണ് ഞാൻ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ തങ്ങളുടെ അടുത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നു പോകുമ്പോൾ ബനൂ സുലൈം ഗോത്രത്തിൽപ്പെട്ട 1000 പേര് അവരുടെ വാഹനങ്ങളിൽ കയറിയിട്ട്, ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു നബി ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ ദൈവങ്ങളൊക്കെ കുറിച്ച് ചീത്ത പറയുന്നവരാണെന്ന് കേട്ടു, ഞാൻ ആ നബിയെ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആ ബനൂ സുലൈം ഗോത്രത്തിൽപ്പെട്ട 1000 പേര് അവിടേക്ക് വരികയാണ്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് നിന്ന് ആ ഉടുമ്പ് കാരണം ഇസ്ലാം സ്വീകരിച്ച ആ ബനൂ സുലൈം ഗോത്രക്കാരൻ അവിടേക്ക് വരുന്നത്. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ്? അപ്പോഴാണ് പറഞ്ഞത്, ഇങ്ങനെയുള്ള നബിയുടെ അടുത്തേക്ക് നബിയെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് നിന്ന് ആ ഇസ്ലാം സ്വീകരിച്ച ചെറുപ്പക്കാരൻ അവരോട് പറയുകയാണ്, വിശ്വസിച്ചോളൂ, ഞാനിപ്പോ അവിടെ നിന്ന് വിശ്വസിച്ച് വരികയാണെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തപ്പോൾ അങ്ങനെ ആ 1000 ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ എത്ര സംഭവങ്ങളാണ് നമ്മുടെ മുൻകാലത്ത് കഴിഞ്ഞത്. നമ്മൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്
എന്തെങ്കിലും പറയാൻ കിട്ടുമോ? അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. തങ്ങളെ സ്നേഹിക്കാൻ നമ്മൾക്ക് കഴിയില്ല, തങ്ങൾക്ക് വേണ്ടി ഒരു 10 സ്വലാത്ത് ചെല്ലാൻ കഴിയാത്തവരാണ്. അല്ലാഹു തആല നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്വലാത്തുകൾ ചെല്ലാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മുഹബ്ബത്ത് കാരണം ഒരു സ്വഹാബി അയാൾ ഹദീസുകൾ എഴുതുന്ന ഒരാളായിരുന്നു. അങ്ങനെ അവർ ഒരു ദിവസം രാത്രി ഇങ്ങനെ ഹദീസ് എഴുതിയിട്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീരിറ്റുകയാണ്. അങ്ങനെ ഒരുപാട് കണ്ണീരിട്ടിട്ട് അയാളുടെ കാഴ്ച പോവുകയാണ്. അങ്ങനെ ആ നല്ല ഒരു മനുഷ്യൻ എന്നിട്ട് കുറച്ച് സമയം അവിടെ വന്നു മയങ്ങുകയാണ്. അപ്പോൾ അയാളുടെ മനാമിലേക്ക് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്ത് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനാമിൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഓ ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? അപ്പോൾ അവർ ആ മനുഷ്യനെ വിടുന്ന് പറയുകയാണ്, ദഹബ ബസറാ, എന്റെ കാഴ്ച പോയി എന്ന് ആ മനുഷ്യനെ വിടുന്ന് പറയുകയാണ്. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു നല്ല മനുഷ്യന്റെ കണ്ണിങ്ങനെ തടവുകയാണ്. അങ്ങനെ കണ്ണ് തടവിയത് മൂപ്പർക്ക് ഓർമ്മയല്ലോ. പിന്നെ അയാൾ പെട്ടെന്ന് ഉണർന്നിട്ട് ആകെ നോക്കിയപ്പോൾ അയാളുടെ കാഴ്ച തിരിച്ചു ലഭിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു ലഭിച്ചത്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മൾക്കൊക്കെ എന്താ അവകാശമാണുള്ളത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റബീഉൽ അവ്വലായാൽ ഞങ്ങൾ നല്ലോണം മധുകൾ പാടുന്നു, തങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ തങ്ങളെ പേരിൽ ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ റബ്ബ് കബൂലാക്കുന്നുണ്ടോ? ഇതിലൊക്കെ നമ്മൾക്ക് എന്ത് ഇഖ്ലാസാണുള്ളത്? അല്ലാഹു തആല ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും സ്വാലിഹായ അമലിൽ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. തങ്ങളെ കുറിച്ച് ആരെങ്കിലും നമ്മോട് ചോദിച്ചാൽ എന്താണ് നമ്മൾ പറയുക? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ശഫാഅത്ത് നമുക്ക് ലഭിക്കുന്നവർ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. തങ്ങൾ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കുന്ന വഴിയിൽ നമ്മൾക്കെല്ലാവർക്കും ഒന്ന് കിടന്നു കൊടുക്കാൻ നമ്മൾക്ക് കഴിയുകയാണെങ്കിൽ, ഹബീബ് നടന്ന വഴികളിൽ ആ കാലത്ത് നമ്മൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല, ഹബീബിനെ കാണാൻ കഴിഞ്ഞില്ല, ഹബീബിലേക്ക് സ്വലാത്ത് ചെല്ലാൻ കഴിഞ്ഞില്ല. എത്ര പാപികളാണല്ലോ നമ്മൾ. ഹബീബിനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ മനസ്സത്രയും നശിച്ചു കൊണ്ടിരിക്കുകയാണ്. തങ്ങളെ ചാരത്തേക്ക് എത്താൻ അല്ലാഹു തആല നമ്മൾക്ക് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് സ്വർഗ്ഗത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ നബി തങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ, ദുനിയാവിലും നബി തങ്ങളുടെ കൂടെ നടന്നുകൊണ്ട് ജീവിച്ച ഒരു മഹാനാണ്. എന്നിട്ട് നാളെ ഹബീബായ തങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾക്കൊന്നും അവരുടെ നിലത്ത് കടക്കാനുള്ള ഭാഗ്യം പോലും ഇല്ലല്ലോ. അല്ലാഹ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുത്ത മത്സരം ജനറൽ വിഭാഗം മാലപ്പാട്ട് മത്സരം. വിദ്യാർത്ഥികളുടെ ശ്രദ്ധക്ക് അടുത്ത മത്സരം മാല പാട്ട് മത്സരം. Next and last letter G. വിഷയം യത്തീങ്ങളുടെ അത്താണി. Judges please note, next sculpture G on the stage.
السلام عليكم ورحمة الله تعالى وبركاته. وقال سبحانه وتعالى: وما أرسلناك إلا رحمة للعالمين. وقال رسول الله صلى الله عليه وسلم: أنا أكثر الأنبياء تبعا يوم القيامة وأنا أول من يقرأ باب الجنة. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ ഉസ്താദന്മാർ, മറ്റു എൻ്റെ മുത്തഅല്ലിമീങ്ങൾ, കാരണവന്മാർ, നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടാനുള്ള കാരണം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാടി പറയുന്ന ഒരു പരിപാടിയായി നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ലൂസൻ മദീന എന്ന് പറയുന്ന ഒരു വേദിയിലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങളുമായി അഭിസംബോധനം ചെയ്യുന്ന വിഷയം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യതീമുകളുടെ അത്താണി എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. കാരണം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവിടുത്തെ പിന്നാര ഉപ്പ വഫാത്തായിട്ടുണ്ട്. ജനിച്ച് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു 6 വയസ്സായപ്പോഴേക്കും അവിടുത്തെ ഉമ്മയും വഫാത്തായി. പൂർണ്ണമായ ഒരു യതീമായിട്ടാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചത്. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യതീമുകളുടെ ജീവിതത്തെ അത്രമാത്രം ശ്രദ്ധിച്ച ഒരു നേതാവാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഉഹദ് യുദ്ധം കഴിഞ്ഞു വരുന്ന ഒരു വേളയുണ്ട്. മദീനയിലേക്ക് അതാ കുറെ ആളുകൾ ഉഹദ് യുദ്ധം കഴിഞ്ഞു വരികയാണ്. കുറെ സഹാബികളതാ മദീനയിലെ കവാടത്തിലൂടെ ഉഹദ് യുദ്ധം കഴിഞ്ഞു വരികയാണ്. ഉഹദ് യുദ്ധം കഴിഞ്ഞു വരുന്ന സമയത്തതാ തന്റെ എല്ലാമായ ആളുകളെ കാത്തു നിൽക്കുകയാണ്. കവാടത്തിന്റെ പുറത്തതാ, കവാടത്തിന്റെ അരികേതാ അതാ ഓരോ സ്വന്തക്കാരെയും കാത്തിട്ട് കുറെ ആളുകൾ നിൽക്കുകയാണ്. അതിലതാ ഒരു പുന്നാരമോനതാ തന്റെ ഉപ്പയെയും കാത്തു നിൽക്കുകയാണ്. എന്റെ ഉപ്പ എപ്പോഴാണ് വരാ, എന്റെ ഉപ്പ എപ്പോഴാണ് വരാ എന്ന് ചോദിക്കുകയാണ്. കുറെ ആളുകളോട് ചോദിക്കുകയാണ്. അയിന അബീ, അയിന അബീ എന്ന് ഉറക്കെ ചോദിക്കുകയാണ്. എത്ര ചോദിച്ചിട്ടും ആരും മറുപടി പറയുന്നില്ല. അവസാനമതാ ആരോട് ചോദിച്ചിട്ടും ആരോട് പറഞ്ഞിട്ടും മറുപടി ലഭിക്കാത്തത് കണ്ടപ്പോൾ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്: അയിന അബീ യാ റസൂലല്ലാഹ്, അയിന അബീ യാ റസൂലല്ലാഹ്. എന്റെ ഉപ്പ എവിടെയാണ്? തങ്ങളുടെ കൂടെ ഉഹദ് യുദ്ധത്തിന് വന്നിരുന്നല്ലോ. തിരിച്ചു വരുമ്പോൾ എന്റെ ഉപ്പയെ കാണുന്നില്ല. തിരിച്ചു വരുന്നവരുടെ കൂട്ടത്തിൽ എന്റെ ഉപ്പയെ കാണുന്നില്ല. എത്ര നോക്കിയിട്ടും എന്റെ ഉപ്പയെ കാണുന്നില്ല. അയിന അബീ യാ റസൂലല്ലാഹ്, അയിന അബീ യാ റസൂലല്ലാഹ്. കരഞ്ഞുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്: ഓ നബിയേ, എന്റെ ഉപ്പ എവിടെയാണ്? മുത്തുനബി തങ്ങൾ എന്ത് പറയാനാണ്? മറുപടി എന്ത് പറയാനെന്നറിയാതെ മുത്തുനബി തങ്ങൾ വിഷമിച്ചിരിക്കുകയാണ്. വീണ്ടും അതാ പുന്നാരമോന് ചോദിക്കുകയാണ്: യാ റസൂലല്ലാഹ്,
എന്റെ ഉപ്പ എവിടെയാണ്, എന്റെ ഉപ്പ എവിടെയാണ് യാ റസൂലല്ലാഹ്? എന്റെ ഉപ്പയെ കാണുന്നില്ലല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സങ്കടത്തോടുകൂടി ആ കുട്ടിയോട് ചോദിക്കുകയാണ്, അല്ലയോ പുന്നാര മോനെ, അല്ലയോ പുന്നാര കുട്ടിയെ, ഞാൻ നിന്നോട് പറയട്ടെ, ഞാൻ നിന്റെ ഉപ്പയാവാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നിന്റെ ഉമ്മയുമാവാം. അത് നിനക്ക് സമ്മതമാണോ മോനെ? അത് നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുകയാണ്. ആ കുട്ടി അവിടെ ഇങ്ങനെ മറുപടി പറയുകയാണ്, എനിക്ക് 100 പ്രാവശ്യം സമ്മതമാണ്. അങ്ങ് എന്റെ ഉപ്പയാവുന്നതല്ലേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ എന്റെ ഉമ്മയാവുന്നതല്ലേ, അത് എനിക്ക് എത്രയോ സന്തോഷമുള്ള കാര്യമാണ്. സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടിക്കൊണ്ടതാ ആ മകനതാ, ആ പുന്നാര മോനതാ മദീനയിലെ വലിയ വലിയ പട്ടണങ്ങളിലൂടെയെല്ലാം നടന്നുകൊണ്ട് പറയുകയാണ്, എന്റെ ഉപ്പ അല്ലാഹുവിന്റെ റസൂലാണ്, എന്റെ ഉമ്മ ആയിഷ ബീവിയാണ് എന്ന സന്തോഷ വാർത്ത നാട് മുഴുവനും പറഞ്ഞു നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉപ്പ മരണപ്പെട്ട സമയം എന്ന് വല്ലാത്തൊരവസ്ഥയുള്ള സമയമാണല്ലോ അത്. ആ സമയത്ത് ഉപ്പയെ തെരഞ്ഞു നടന്നിട്ട് ഉപ്പയെ കാണുന്നില്ല. അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ ഉപ്പയായിക്കോളാം എന്ന് പറയുന്ന ആ സന്ദർഭം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ആ കുട്ടി അവിടെ നിന്ന് പറയുകയാണ്, എനിക്ക് സന്തോഷമാണ്. കാരണം എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടെ കാരുണ്യത്തിന്റെ ഒരു സ്വഭാവമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സ്വഭാവം കൊണ്ടാണ് ആ കുട്ടി ആ സമയത്ത് സമ്മതിക്കാനുള്ള കാരണം. ഈ ഒരു കാലഘട്ടത്തിൽ യത്തീമക്കളുടെ സമ്പത്തെല്ലാം മോഷ്ടിക്കുന്ന ഒരു കാലഘട്ടമാണ്. യത്തീമക്കളെ മതിവോളം നമ്മൾ സ്നേഹിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സീനിയർ വിഭാഗത്തിലെ